മാരേജ് കഴിഞ്ഞ് കുറേ ഇടവേള എടുത്തിട്ട് പിന്നെ പഠിക്കാൻ തുടങ്ങുന്ന പെൺകുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ ആൺകുട്ടികളുണ്ടാവും. അവർക്കുള്ള ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, കുറേ പേര് പറയാറുണ്ട് എനിക്ക് കിട്ടുമോ എന്നൊക്കെ ഒരു പേടി, അല്ലെങ്കിൽ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ലേണിംഗ് എഫക്റ്റീവ് ആവുമോ എന്നുള്ളത്. അപ്പോൾ ലേണിംഗ് എന്നുള്ളത് ഒരു ടൈം, ഒരു ഏജ് അനുസരിച്ചിട്ടല്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിന് ഓരോ ദിവസവും ചെയ്യുന്ന എന്താ കാര്യം അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് ആ ഒരു ഭാഗം നമ്മളുടെ ന്യൂറൽ പാത്വേ തിക്കാവും. എന്ന് വെച്ചാൽ നമ്മളുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ മസിൽ പോലെയാണ്, ഫ്ലെക്സിബിളാണ്. നമ്മൾ എല്ലാ ദിവസവും എന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ച് അത് ഫ്ലെക്സിബിൾ ആവും. ചില കുട്ടികൾ ഗെയിം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഗെയിമിൽ അവർ എക്സ്പേർട്ടാവും, അവർ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ഗെയിം കളിക്കും അല്ലേ, അതിന് അഡിക്റ്റ് ആവും അല്ലേ. ലൈക്ക് അതേപോലെ തന്നെ നമ്മൾ ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ എന്താണ്, ആദ്യം നമുക്ക് പേടിയാവും, പിന്നെ നമ്മളത് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഡ്രൈവിംഗ് കംഫർട്ടാവും. അതേപോലെ തന്നെയാണ് ലേണിംഗ് എന്നുള്ളത് ഒരു സ്കില്ലാണ്. അത് നമ്മൾ ഓരോ ദിവസവും നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ കണക്ഷൻ കൂടി വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ഇപ്പോൾ ഇപ്പം ലിറ്ററേച്ചറാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സ് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ഹോൾ ചാപ്റ്റർ പഠിക്കാൻ ടൈം കണ്ടത്, ലൈക്ക് അതിൻ്റെ ഒരു പാരഗ്രാഫ് എടുത്ത് പഠിക്കുക. ആ ഒരു പാരഗ്രാഫ് ശരിക്കും നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുക, മെമ്മറൈസ് ചെയ്യാനായിട്ട് ലൈക്ക് കണക്ട് ചെയ്തോ, അല്ലെങ്കിൽ ലൈക്ക് നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക, ലൈക്ക് ഫീമെൻ ടെക്നിക്കോ അല്ലെങ്കിൽ ബ്ലേർട്ടിംഗ് മെത്തേഡ്, ലൈക്ക് അങ്ങനെയുള്ള മെത്തേഡൊക്കെ യൂസ് ചെയ്യാം. ഫീമെൻ ടെക്നിക്ക് ലൈക്ക് നമ്മൾ ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഒരു ഇമാജിനറി ഓഡിയൻസ് നമ്മുടെ മുമ്പിൽ വെക്കുക, എന്നിട്ട് ഒരു പാരഗ്രാഫ് പഠിച്ച ശേഷം നമ്മളത് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഒരു ചെറിയ കുട്ടിക്ക് നമ്മൾ എങ്ങനെയാണോ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക അതുപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ചെറിയ കുട്ടിക്ക് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എത്ര വലിയവർക്ക് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളുടെ ആ ഒരു ന്യൂറൽ പാത്ത് കണക്റ്റ് ആവും. സോ വെരി നെക്സ്റ്റ് ഡേ നമ്മൾ അതിനെ വെച്ച് കുറച്ചും കൂടി കൂടുതൽ ടൈം നമ്മൾ എന്ത് ചെയ്യുക, ടൈം സെറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ പഠിക്കുക. ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ ടൈം കൂട്ടി വരുമ്പോൾ ലൈക്ക് ആഫ്റ്റർ 6 months നിങ്ങൾ ശരിക്കും ലേണിങ്ങിൽ ഒരു പ്രോ ആയിട്ടുണ്ടാവും. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഏത് ഒരു ചാപ്റ്റർ കിട്ടിയാലും നമുക്കത് ഡിഫിക്കൽട്ടായിട്ട് തോന്നില്ല. ഇത് എനിക്ക് ചെയ്യാൻ പറ്റും, ഇത് ഈസി ആണല്ലോ എന്നുള്ളൊരു തോന്നൽ വരും. അപ്പം നമ്മൾ എത്ര ഗ്യാപ്പ് എടുക്കുന്നു എന്നല്ല, നമ്മൾ ഒരു കോഴ്സിന് ജോയിൻ ചെയ്ത ശേഷം എത്രത്തോളം നമ്മൾ എഫേർട്ട് ഇടണു എന്നുള്ളതിലാണ് കാര്യമുള്ളത്. എല്ലാ ദിവസവും നമ്മൾക്ക് കുറച്ച് സമയമെങ്കിലും ലേണിങ്ങിന് മാറ്റി വയ്ക്കാൻ പറ്റുന്നുണ്ടാവുമോ, അങ്ങനെയുള്ള ലേണിങ് മാറ്റി വയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വളരെ എഫക്റ്റീവായിരിക്കും. ഇപ്പോൾ ചിലപ്പം നമുക്ക് കുട്ടികളെ നോക്കലുണ്ടാവും, അല്ലെങ്കിൽ വീട്ടിലത്തെ കാര്യങ്ങൾ, വീട്ടിലത്തെ ജോലികൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ലേണിങ്ങിന് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾക്ക് മാറ്റി വയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 6 months കഴിഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾ ശരിക്കും ഒരു അടിപൊളി ടീച്ചറാവും. ലൈക്കും എല്ലാ ലേണേഴ്സും ഒരു അടിപൊളി ലേണേഴ്സൊക്കെ ടീച്ചിങ്ങിൽ പ്രോ ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരു ഇമാജിനറി ഓഡിയൻസിനെ വെച്ചിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ശരിക്കും നമ്മൾ ഒരു ടീച്ചിങ് എന്നുള്ളൊരു സ്കില്ലും കൂടി ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പം നമ്മൾ ശരിക്കും നല്ല രീതിയിൽ പഠിക്കുമ്പോൾ നമ്മൾ നല്ല ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ടീച്ചറും കൂടി ആവും. ലൈക്ക് നമ്മൾക്ക് ഒരാൾക്ക് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വി ആർ ടീച്ചിങ് സംതിങ് അല്ലേ. അപ്പോൾ അതേപോലെ ഒരു നമ്മളെടുക്കുന്ന ഇപ്പം ഒരു 10th കഴിഞ്ഞ് അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് ഒരു കുട്ടി അല്ലെങ്കിൽ പഠനം നിർത്തി, അത് കഴിഞ്ഞൊരു 10 വർഷം കഴിഞ്ഞ് പിന്നെ ആ കുട്ടി ചിന്തിക്കുകയാണ് ശരി എനിക്ക് ഇനി പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെറിയ ചെറിയ ടാസ്കിൽ തുടങ്ങുക, ചെറിയ ചെറിയ ഗോൾ സെറ്റ് ചെയ്യുക, എന്നിട്ട് നമ്മൾ വലിയ വലിയ ഗോളിലേക്ക് പോവുക. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള സ്റ്റെപ്പുകളൊക്കെ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരും. പക്ഷെ ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതാണ് കുറച്ച് ഡിഫിക്കൽട്ട് എന്നുള്ളത്. പിന്നെ നമ്മൾക്ക് പിന്നീട് പഠനം തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് ടെൻഷനും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. പക്ഷെ ആ ടെൻഷനും കാര്യങ്ങളൊന്നും എല്ലാം മാറ്റി വെച്ചിട്ട് ശരി വി ആർ ഗോയിങ് ടു ഡു സംതിങ്, അതിന് ഫോക്കസ് കൊടുത്തിട്ട് നമ്മൾ പഠിക്കുക. എല്ലാ ദിവസവും നമ്മൾ ഒരു ഫിസിക്കൽ ഗോള്, ഒരു ലേണിംഗ് ഗോള് സെറ്റ് ചെയ്യുക. ഫിസിക്കൽ ഗോൾ എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി മൂവ് ചെയ്താൽ മാത്രമാണ് നമുക്ക് മെമ്മറി പവർ കൂടുള്ളൂ. നമ്മൾ ഇപ്പം ഒരു അരമണിക്കൂർ നടക്കുമോ, അല്ലെങ്കിൽ അരമണിക്കൂർ ബോഡി സ്ട്രെച്ച് ചെയ്യുമോ, അല്ലെങ്കിൽ ഒരു 20 മിനിറ്റെങ്കിലും ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുമോ ഒക്കെ ചെയ്താൽ നമ്മൾക്ക് മെമ്മറി പവർ കൂടും. ഓക്കെ, നമ്മളുടെ ബോഡി മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് റെസ്റ്റ് ചെയ്യും, നമ്മുടെ മൈൻഡ് മൂവ് ചെയ്യുമ്പോൾ ബോഡി റെസ്റ്റ് ചെയ്യണം. അതാണ് അതിൻ്റെ തിയറി. അപ്പം നമ്മൾ
പുതിയൊരു കോഴ്സ് എടുക്കാൻ മടിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ ദിവസവും നമ്മൾ ലേണിങ്ങിൻ്റെ ആ ഒരു ന്യൂറൽ പാത്വേ തിക്കാക്കി കൊണ്ടുവന്നെന്ന് വെച്ചാൽ നമുക്ക് എഫക്റ്റീവായിട്ടുള്ള ലേണേഴ്സ് ആവാം. അപ്പോൾ എന്തെങ്കിലും സംശയം അങ്ങനെ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ റിപ്ലൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു.